മാവോയിസ്റ്റെ കുറിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണെന്നേ. ഞങ്ങൾ ഇവിടെ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, ഭരണം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ഏകദേശം 135ഓളം ജില്ലകൾ, ഈ 135 ജില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും കൂടിയ സംസ്ഥാനങ്ങളുടെ അത്രയും വലുപ്പത്തിൽ ഈ രാജ്യത്ത് മാവോയിസം ഉണ്ടായിരുന്നു. അല്ലെ അതിന്റെ അഫക്റ്റഡ് ഏരിയ ആയിരുന്നു. ഇന്നത് 11 ജില്ലകളിലേക്ക് കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യവിരുദ്ധ സംവിധാനത്തെ, അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തെ അനുവദിക്കൂലെന്ന് അത് ഞങ്ങളുടെ BJP സർക്കാരിന്റെ നയം തന്നെയാണ്. അതിനൊരു സംശയം വേണ്ട. അതിനെ നിങ്ങൾ എത്ര വെള്ളം പൂശിയാലും, അതിനുവേണ്ടി നിങ്ങൾ എത്ര മുതലക്കണ്ണീർ ഒഴിക്കാനും ഒന്നും നടക്കാൻ വേണ്ടി പോകും. കഴിഞ്ഞ ദിവസം പറയട്ടെ ഹാഷ്മി, CPIയുടെ അഭിപ്രായം, ഞാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ JNU കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള മുദ്രാവാക്യം എന്താ കാശ്മി? പ്രധാനമന്ത്രിയുടെയും ശ്രീ നരേന്ദ്രമോദിയുടെ അമിത്ഷാജിയുടെ ചവക്കുഴി തോണ്ടുമെന്ന് JNU മുദ്രാവാക്യം വിളിച്ചില്ലേ അർബൻ നക്സലുകൾ വിദ്യാർത്ഥികൾ? എന്താ ചെയ്യേണ്ടത്? അതൊന്നും ഇനി രാജ്യത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലാന്നേ. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വർഗീയത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയത എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രമായിട്ടുള്ള മത നിലപാടെടുക്കുന്ന സംഘടനകൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് വരണമെന്ന് പറയുന്ന സംഘടനകൾ, അതങ്ങനെ തന്നെയാണ്. ജനാധിപത്യം പോലും ഇവരുടെ ഐഡിയോളജിക്ക് വിരുദ്ധമാണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവർ കൈവിട്ടിട്ടില്ല. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാണ്, ജനാധിപത്യമല്ല എന്ന് ജമാഅത്ത് പറയുമ്പോൾ ഈ വി.ഡി. സതീശൻ എന്താ പറഞ്ഞത്? വി.ഡി. സതീശൻ പറയണ അവർക്ക് ആ നിലപാടില്ല. എത്ര മോശപ്പെട്ട രീതിയിലാണ് അവർ ഈ വെള്ളപൂശത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമി ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, ഈ ജിയോ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ, നിങ്ങളെപ്പോലെയുള്ള അനവധിയായിട്ടുള്ള മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം ആരെന്താണ് പറയുന്നതും ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് പറയാണ് അവർ മതരാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഇസ്ലാമിക് സ്റ്റേറ്റിനെ വി.ഡി. സതീശൻ വെള്ള പൂശിയിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിനെ എന്താ വിളിക്കേണ്ടത്? മുസ്ലിം ലീഗിനേക്കാളും വലിയ വർഗീയ പാർട്ടി ഒന്നും തന്നെയല്ലേ കോൺഗ്രസ് പാർട്ടി വിശേഷിപ്പിക്കുന്നത്? അതിന്റെ സംശയം എന്തായിരിക്കുന്നത്?